രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പലതും പുറത്തുവന്നതിന് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചാരോപണം ഉന്നയിക്കുകയാണ്. ഇന്ത്യയിലെ പല പാർട്ടികളും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. അത് ഒരു പരിധിവരെ ശരിയല്ലേ? കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടിക ഈ പാർട്ടികൾക്ക് നൽകുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ്. ഒരു പരിധി വരെയല്ല, പൂർണ്ണമായും ശരിയാണ്. ഞാനത് ഒന്ന് രണ്ട് കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ടുള്ള ആളാണല്ലോ ശ്രീജിത്തും. ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട്, നിരവധി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ലോക്സഭ, നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അങ്ങനെ പല ഇതിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിന് മുമ്പ്, അതായത് ഇന്ന് വോട്ടെടുപ്പാണെങ്കിൽ വോട്ടെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ LDF ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്. ഈ LDFിൽ നിന്ന് CPM-ഓ CPI-യോ ആയിരിക്കും മത്സരിക്കുന്നത്. UDFിൽ നിന്ന് കോൺഗ്രസ്സോ കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി മത്സരിക്കും. ഇപ്പോൾ എനിക്കറിയാം, 2001 നിയമസഭയിലേക്ക് എൻ്റെ മണ്ഡലത്തിൽ നിന്ന് NV രാഘവനാണ് മത്സരിച്ചത്. അദ്ദേഹം അന്ന് CMB എന്ന് പറയുന്ന പാർട്ടിയുടെ ആളായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മത്സരിക്കുന്ന അവസരത്തിൽ ഈ അതത് സ്ഥാനാർത്ഥികളുടെ പാർട്ടികൾ അവർ കൃത്യമായിട്ട് നമുക്ക് ഈ സ്ലിപ്പ് കൊണ്ടുതരും. ആ സ്ലിപ്പിനകത്ത് നമ്മുടെ നമ്പർ ഉണ്ടാവും, നമ്മുടെ വോട്ടർ ID കാർഡിൽ നമ്പർ ഉണ്ടാവും, നമ്മുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, അച്ഛൻ്റെ പേര്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ഒരു സംക്ഷിപ്തമായ സാധനം, ആ നമ്പരടക്കം നമ്മുടെ ഇതിൽ ഉണ്ടാവും. ഈ സ്ലിപ്പിൽ അറ്റത്ത് ചിഹ്നവും കാണും. അപ്പോൾ ഈ ചിഹ്നം നമ്മൾ ബൂത്തിൽ കൊണ്ടുപോകാൻ പാടില്ല, വോട്ടെടുപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ചിഹ്നത്തിൻ്റെ അവിടം വെച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സംവിധാനത്തിലാണ് അത് തരുന്നത്. നമുക്കിങ്ങ് കീറിയെടുക്കാം. നമ്മളെല്ലാവരും കൈ കിട്ടുന്ന ഏത് പാർട്ടിയുടെ ആണോ അതിനെ ആദ്യം ഇങ്ങ് എടുക്കും, ആ ചിഹ്നം അങ്ങ് കീറിക്കളയും, കീറി മാറ്റി വീട്ടിലിട്ടിട്ട് ഈ സ്ലിപ്പുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലുന്നു, നമ്മുടെ നമ്പർ നോക്കുന്നു, വളരെ കൃത്യമായിട്ട് ആ നമ്പർ വോട്ടർ പട്ടികയിൽ പരിശോധിക്കുന്നു, ഉറപ്പുവരുത്തുന്നു, അവിടെ ഉറക്ക പേരും നമ്പരും ഒക്കെ പറയുന്നു. അവിടെ ഇരിക്കുന്ന ഇന്നേജന്റുമാർ, മറ്റ് പാർട്ടികളുടെയൊക്കെ ഇന്നേജന്റുമാരുണ്ട്, അവർക്ക് ആർക്കും ഒരു സംശയവും നമ്മുടെ പുറത്തുണ്ടാകുന്നില്ല. ഇനി സംശയമുണ്ടെങ്കിൽ അവിടെ ഉന്നയിക്കാം. അപ്പോൾ ഈ വോട്ടർ പട്ടിക അനുസരിച്ചല്ലേ ഇവർ ഈ സ്ലിപ്പ് നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്ലിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടെങ്കിലും വോട്ടർ പട്ടിക പരിശോധിക്കില്ലേ? അങ്ങനെ പരിശോധിച്ചിട്ടാണ് ഈ സ്ലിപ്പ് കൊണ്ട് കൊടുക്കുന്നത്. ഇനി കേരളത്തിന് പുറത്ത് ഇങ്ങനെയൊന്നും ഇല്ല, കർണാടകയിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ആരുടെ കുറ്റമാണ്? അത് രാഷ്ട്രീയ പാർട്ടികളുടെ കുറ്റമാണെന്ന് കോൺഗ്രസ് നേതാവ് തന്നെ ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം പോവുകയും ചെയ്തു. അപ്പോൾ ഇത് വെറുതെ പറയുന്നതാണ്. ഇത് ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും രാഷ്ട്രീയ പാർട്ടികൾ ഈ വോട്ടർ പട്ടിക വെച്ച്, കരട് വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ തന്നെ ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച്, ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗുജറാത്തിൽ BJPയും കോൺഗ്രസുമാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ വോട്ട് വിഹിതത്തിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമാണുള്ളത്? വളരെ കുറച്ചാണ്. ഈ പറയുന്നത് പോലെ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരുന്നില്ല, ശരിയാണ്, തോറ്റു പോകുന്നു. പക്ഷേ കോൺഗ്രസിന്റെ അടിത്തറ ഭദ്രമാണ്. അവിടെ കോൺഗ്രസിന് നിശ്ചിത ശതമാനം വോട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് കോൺഗ്രസിന് തന്നെ കിട്ടുന്നു, കോൺഗ്രസ് അനുഭാവികളുടെ വോട്ട് കോൺഗ്രസിന് തന്നെ കിട്ടുന്നു. നിഷ്പക്ഷരായ കുറേ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നു. BJPയുടെ വോട്ടും BJP അനുയായികളുടെ വോട്ടും അനുഭാവികളുടെ വോട്ടും കിട്ടുന്നതിന് പുറമെ കുറേ നിഷ്പക്ഷരായ മനുഷ്യർ അവരുടെ ജീവിതം BJP ഭരണത്തിൽ സുഗമമാണ് എന്നതുകൊണ്ട് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നു. അവർക്ക് കോൺഗ്രസിനേക്കാൾ കൂടുതൽ വിശ്വാസം BJPയാണ്. അവർക്കൊരു രാഷ്ട്രീയവും ഇല്ലാത്തവരാണ്. ഇതിനകത്ത് എങ്ങനെയാണ് കള്ളത്തരം കടന്നുകൂടുന്നത്? ഇത് കള്ളത്തരം കടന്നുകൂടിയാൽ തന്നെ പരിശോധിക്കാൻ സംവിധാനങ്ങളില്ലേ? ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചുമ്മാ ഇരിക്കുകയാണ്. ഈ കോൺഗ്രസിന് ഇത്രയും വോട്ട് ഗുജറാത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഹിന്ദുത്വത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാണ്, BJPയുടെ ഏറ്റവും നെറികെട്ട രാഷ്ട്രീയത്തിന്റെ, വർഗീയ രാഷ്ട്രീയത്തിന്റെ മകുടോദാഹരണമാണ് ഗുജറാത്ത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോലും കോൺഗ്രസിന് 30% മേലെ വോട്ടുണ്ട്. ഈ വോട്ട് കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ അവിടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്കറിയാം. ഇതുപോലെ തന്നെ കർണാടകയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. 5 വർഷം BJP ഭരിക്കുമെങ്കിൽ അടുത്ത 5 വർഷം കോൺഗ്രസ് ഭരിക്കുകയാണ്. അവിടെ ജനതാദൾ ഇപ്പോൾ ഏതാണ്ട് നഷ്ടപ്രായമായി കഴിഞ്ഞു.
അവര് ഏതാണ്ട് കുറ്റിയേറ്റ് പോയിരിക്കുകയാണ് ജനതാദൾ. പണ്ട് ജനതാദൾ ആയിരുന്നു അവിടെ വലിയ ശക്തി. ഇന്നത് BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. BJPയും കോൺഗ്രസും കൂടെ ഏതാണ്ട് ജനതാദളിനെ വിഴുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്ന് ജനതാദളിന്റെ ഒരു കഷ്ണം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം അവിടെ ഇല്ല. പകരം BJPയും കോൺഗ്രസും നേരിട്ട് മത്സരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഉള്ളിടത്ത് കോൺഗ്രസ് ജയിച്ച് അധികാരത്തിൽ വരുന്നു. ആ ജനങ്ങൾ വെറുതെ വന്നങ്ങ് കോൺഗ്രസിന് വോട്ട് ചെയ്യുകയാണ്. കോൺഗ്രസിന് അവിടെ പ്രവർത്തകരുണ്ട്, കോൺഗ്രസിന് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കാൻ ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്നത് പോലെ വോട്ടേഴ്സ് ലിസ്റ്റും ഇതും എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ മത്സരിച്ച് ജയിച്ചു വന്നതാണ് കോൺഗ്രസ്. അല്ലാതെ കോൺഗ്രസ് അവിടെ ഈ പറയുന്നത് പോലെ BJP വിരോധം നിമിത്തം ജനങ്ങൾ അങ്ങ് കോൺഗ്രസിന് പോയി കണ്ണുമടച്ച് വോട്ട് ചെയ്തതല്ല. BJPക്ക് എന്നിട്ടും അവിടെ 66 സീറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ എന്താ പറയുക, ആളെ വടിയാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഈ വെറും ഈ എന്താ പറയുക തട്ടുപൊളിപ്പ ന്യായങ്ങൾ. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞത് അതാണ്. ഇതെല്ലാം ഈ പല ഘട്ടങ്ങളിലൂടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത്, അല്ലേ? ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് മുതൽ നോട്ടിഫിക്കേഷൻ വരുന്നത് മുതൽ ഈ കാര്യങ്ങളെല്ലാം പടിപടിയായിട്ട് കടന്നു പോവുകയാണ്. ഈ കരട് വോട്ടർ പട്ടിക തന്നെ പരിശോധിക്കാനും ഇത് മാറ്റം വരുത്താനും ഒക്കെ അവസരങ്ങളുണ്ട്. അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വോട്ട് ചേർക്കാനും ഈ ഇരട്ടിച്ച വോട്ട് എടുത്ത് കളയാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. എന്നിട്ട് പറയുന്ന അവസാനത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധിക സമയമില്ല. വെറുതെയാണ് പറയുന്നത്. ഈ അവസാനത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വെച്ചാണ് സ്ലിപ്പ് തയ്യാറാക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. അത് കേരളത്തിൽ വളരെ കൃത്യമാണ്. BJPയും കോൺഗ്രസും CPMഉം മുസ്ലിം ലീഗും CPIയും ഒക്കെ ലിസ്റ്റ് കൃത്യമായിട്ട് തയ്യാറാക്കുന്ന, ഈ സ്ലിപ്പ് കൃത്യമായിട്ട് തയ്യാറാക്കുന്നത് അവസാനത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണ്. പിന്നെ ഇത് ഇവർ ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? ഈ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിയില്ല എന്ന് പറയാം. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണെന്ന് അറിഞ്ഞൂടെ? ഇത് ചക്കയാണോ മാങ്ങയാണോ അതോ പുറത്തിച്ചക്കയാണോ എന്ന് പോലും അറിഞ്ഞു. 2004 മുതൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിലുണ്ട്. അച്ഛന്റെ പേരും പറഞ്ഞ് അമ്മയുടെ പേരും പറഞ്ഞ് മത്സരിക്കുകയാണ്. അതെ, കുടുംബ സ്വത്തായിട്ട് കിട്ടിയ രാഷ്ട്രീയം. പിന്നെ 2019 ഒന്ന് ഭയപ്പെട്ട് മറുകണ്ഠം ചാടി വയനാട്ടിൽ വന്നത്. പിന്നെ വയനാട്ടിൽ നിന്ന് അമേഠിയിലേക്ക് പോയിട്ടില്ല, നേരെ റായ്ബറേലിയിലേക്കാണ് പോയത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ. കാരണം അദ്ദേഹം ഒരു പ്രതിമയായി മാറുകയാണ്. അവിടെ വയനാട്ടിൽ വെക്കുമ്പോൾ വയനാട്ടില്, റായ്ബറേലിയിൽ വെക്കുമ്പോൾ റായ്ബറേലിയിൽ, നാളെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അവിടെ. അദ്ദേഹത്തിനോട് ഒറ്റ ചോദ്യമുള്ളൂ, താങ്കൾക്ക് വാരണാസിയിൽ പോയി പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ? ശരിക്കും ചെയ്യേണ്ടത് അതല്ലേ? അദ്ദേഹം വയനാട് മത്സരിച്ചോട്ടെ, റായ്ബറേലിയിലും മത്സരിച്ചോട്ടെ, ഒരാളിന് ഏതാണ്ട് 3 സ്ഥലത്ത് വരെ മത്സരിക്കാം. വാരണാസിയിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല? പ്രധാനമന്ത്രിക്കെതിരെ ഇത്രയും വലിയ പിന്നെ നരേന്ദ്രമോദിയുടെ ഫാസിസത്തിനെതിരെ ഏറ്റവും വലിയ യുദ്ധം ചെയ്യുന്ന ആള് ഞാനാണെന്നാണല്ലോ രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. അതെ, കെജ്രിവാൾ വരെ മത്സരിച്ചു. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിക്കുന്നില്ല? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെ ചുമ്മാ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇതിനുള്ള അവസരവും സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലധികം തവണ. പക്ഷേ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് വന്ന് പറയുകയാണ് അവിടെ അങ്ങനെ നടന്നു, ഇവിടെ ഇങ്ങനെ നടന്നു, മറ്റേ ക്രമക്കേട് നടന്നു, 6 മാസം കൊണ്ട് പഠിച്ചു. ഇതൊന്നും 6 മാസമൊന്നും വേണ്ട. ഈ പറഞ്ഞത് കണക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ നെറ്റിൽ നിന്ന് വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. സംശയമുള്ളത് നേരിട്ട് ആ സ്ഥലത്തെ പാർട്ടി പ്രവർത്തകരോട് ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കും. ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ, ഈ ആളിന് ഇങ്ങനെ വോട്ട് കാണുന്നു, 2 സ്ഥലത്ത് വോട്ട് കാണുന്നു, എന്താണിത്, ഈ ആൾ എവിടെയാണ്, നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ 2 സ്ഥലത്തുണ്ട്, ഉദാഹരണത്തിന് തിരുവനന്തപുരത്തും ഉണ്ട് തൃശ്ശൂരും ഉണ്ട് വോട്ട്, സുരേഷ് ഗോപിക്ക് തന്നെ തൃശ്ശൂരും ഉണ്ട് തിരുവനന്തപുരത്തും ഉണ്ട്, നമുക്ക് പരിശോധിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഇനി അറിഞ്ഞുകൂടാത്ത ഒരാളാണ്, അറിയപ്പെടാത്ത ഒരാളാണ്, അല്ല ഒന്നുമേ വേണ്ട, വോട്ടർ പട്ടിക വാങ്ങി അടൂർ പ്രകാശിനെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അതെ, വളരെ അടൂർ പ്രകാശ് മാത്രമല്ല, രമേശ് ചെന്നിത്തല 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നതാണ്. അന്ന് ഈ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ അന്ന് കോൺഗ്രസ്സിൽ ആരും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ പൊട്ടത്തരം പറഞ്ഞാലും അതിൻ്റെ പുറകെ കീജയ് വിളിച്ച് നടക്കാൻ കുറേ ആൾക്കാരുണ്ട്. KC വേണുഗോപാലിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയൊക്കെ പോലെയുള്ളവർ ആളെ കൂട്ടി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർ ആളെ കൂട്ടി രാഹുൽ ഗാന്ധിക്ക് ജയ്യും വിളിച്ച് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറിയും പറഞ്ഞ് നടക്കുകയാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഇല്ല. കോൺഗ്രസിന് ഇത് തിരിച്ചടി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ജനങ്ങളുടെ പ്രശ്നം. തിരിച്ചടിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ബീഹാർ തെരഞ്ഞെടുപ്പല്ലേ? ബീഹാർ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത്.
ഇതിപ്പോൾ ഒരു പക്ഷേ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തന്നെ തങ്ങളുടെ അപ്രമാദിത്വം തെളിയിക്കാൻ വേണ്ടി രാഹുൽ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെങ്കിലും അത്, അതായത് അവിടെ RJDക്കും തേജസ്വി യാദവിനുമാണ് ഇപ്പോൾ അവിടെ പ്രതിപക്ഷത്തുനിന്ന് ശക്തി കൂടുതൽ അവർക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ തവണ അവിടെ ചെന്ന് വേണ്ട കുഴപ്പമുണ്ടാക്കി അടികൂടി സീറ്റുകൾ വാങ്ങിച്ചിടത്തെല്ലാം തോറ്റു. ഇനിയിപ്പോൾ വീണ്ടും ചെന്നാൽ തേജസ്വി യാദവ് പുറംകാലിന് തൊഴിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷത്തെ മുഴുവനും ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെ മുഴുവനും അണിനിരത്തി കനയ്യകുമാറിന്റെ ഐഡിയ ആയിരിക്കും. കനയ്യകുമാറിന്റെ ഐഡിയ ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിനാണല്ലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല JNUവിലൊക്കെ പഠിച്ച് അവിടെ 35ാമത്തെ വയസ്സിലും സർക്കാർ സ്കോളർഷിപ്പോടുകൂടി സർക്കാർ ധനസഹായത്തോടുകൂടി പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിദ്യകളൊക്കെ അറിവുണ്ടാവും. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കൂടുതൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിൽ അറിയാൻ സാധിക്കും.